കേരളത്തിലെ മനുഷ്യരുടെ ജീവൻ തെരുവ് നായയേക്കാൾ വില കുറഞ്ഞതാണോ? ആണെങ്കിൽ അത് അവസാനിപ്പിക്കണം. നായ കടിച്ച കുട്ടി ആശുപത്രിയിൽ, നായ കടിച്ച കുട്ടി മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. പക്ഷെ അനിമൽ ലവേഴ്സ് പറയുന്നത് നായക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്. അതുപോലെ കുട്ടികളുടെ ജീവന് വിലയില്ലേ? ആളുകൾക്ക് നായ ഭയന്ന് റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും നായ സംരക്ഷണം, അവകാശം ഇവയെല്ലാം സാധാരണ ജനങ്ങൾ ഇനിയും സഹിക്കണം. നിയമം പറയുന്ന ABC വാക്സിനേഷൻ ഇന്നും പേപ്പറിൽ തന്നെ ഉണ്ട്. പക്ഷെ ഫലം എന്താണ്? തെരുവിലൊന്നും നായകളുടെ ആക്രമണം. അതായത് അനിമൽ ലവേഴ്സ് സംരക്ഷിക്കുന്ന നായകൾ സാധാരണക്കാരുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. മനുഷ്യന്റെ ജീവൻ നായയുടെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാതെ നായ സംരക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വേണ്ടത് കർശന നടപടികളാണ്. മനുഷ്യരുടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കാതെ നായ്ക്കളെ അനാവശ്യമായി സംരക്ഷിക്കുന്നത് കേരളത്തിൽ അനുവദിക്കരുത്. അതുപോലെ തന്നെ എല്ലാം ഗവൺമെന്റിനെ ഏൽപ്പിക്കാതെ നമുക്കും ചിലത് ചെയ്യാൻ സാധിക്കും. നായ്ക്കൾ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് കൂടുതൽ ഭക്ഷണം കിട്ടുന്നിടത്താണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് നിന്നും നായ്ക്കളെ അകറ്റണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നായ്ക്കൾക്ക് ഭക്ഷണം കിട്ടുന്നത് ഇല്ലാതാക്കിയാൽ മതി. തെരുവ് നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ തടയുക. അതുപോലെ തന്നെ വേസ്റ്റുകൾ വലിച്ചെറിയുന്നവരെയും തടയുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്നും തെരുനായ്ക്കളെ കുറക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്തേക്ക്.